ഗൈസ് അങ്ങനെ നമ്മൾ ഊട്ടി ബോട്ട് ഹൗസിന്റെ അടുക്ക് എത്തി. ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞ ആൾക്കാർ അതിലേ നടന്നിട്ട് പോകുന്നത് കാണുന്നുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല. ഗൈസ് ഒരു അന്ധനായ വ്യക്തിയും ഇതായിരുന്നു ഗൈസ് നമ്മൾ പറഞ്ഞ ആൾക്കാർ. എന്താടാ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നിനക്ക് വെച്ച് യാത്രയല്ലോ സഭയുടെ യാത്രയിൽ എന്തുണ്ട്? ഊട്ടിയിലേക്കൊരു യാത്ര. അങ്ങനെ ബോട്ടിലേക്കുള്ള എൻട്രീൻ്റെ ടിക്കറ്റ് എടുക്കുകയാണേ ഗൈസ്. നമ്മളങ്ങനെ എൻട്രി ഫീസ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത 20 റുപ്പീസിൻ്റെ ആ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ ഈ എൻട്രി ഫീസാണ്. ഇപ്പോൾ ബോട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം താഴെ പോയിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് താഴേക്ക് പോയി നോക്കാം. ബോട്ടിൻ്റെ ഇതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചിരിക്കടാ. അങ്ങനെ സച്ച് സാഹസികമായിട്ട് ഏട്ടൻ്റെ കൈകളിൽ പോയിട്ടുണ്ട്. എടാ ആരെടുത്തിനി? ആരെടുത്തു? ഓ കൂളിംഗ് ഗ്ലാസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ അതായത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 6 ആൾക്കാർക്ക് 800 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ്. 6 ആൾക്കാരിൽ കുറഞ്ഞ ഇതില്ലാന്ന് തോന്നുന്നു. 3 ആൾക്കാരായാലും ആ 6 ആൾക്കാരെ ഇതന്നെ ബോട്ടന്നെ എടുക്കണം. 6 സീറ്റിൻ്റെ ബോട്ടന്നെ എടുക്കണം. അപ്പോൾ ക്യൂവിലാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമുക്ക് പറഞ്ഞ ബോട്ട് ഇതാണേ 6 സീറ്റ്. എല്ലാം കൂടി ഇടിഞ്ഞു പോവാമോ? അവിടെ ഞാൻ കയറുമ്പോ ഒരു സൈഡിലേക്ക് പോവാ. ഞാൻ മുമ്പില് ഉണ്ണേട്ട ഫസ്റ്റ്. ആ മുമ്പില് സീറ്റ് ഉണ്ട്. ജാക്കറ്റ് ഇടട്ടെ. സത്യേട്ടാ ആരുടെ എന്നെ തല്ലുന്നത്? ആരുടെ എന്നെ തല്ലുന്നത്? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് അതായത് വലിയ ചെറുതായ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. 30 ബോട്ടിൻ്റെ എല്ലാം ബോട്ടൊക്കെ അങ്ങനെ ആൾക്കാർക്ക് കുറച്ച് മുകളിലേക്ക് കൂടെ ഒരു ട്രെയിനും പോകുന്നുണ്ട്. ടോയ് ട്രെയിനും പോകുന്നതാണല്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു റൗണ്ട് അടിച്ച് തിരിച്ചെത്തി. ഇനി ഒരു റൗണ്ട് വേണമെന്ന് വെച്ചു. അതിൻ്റെ ആവശ്യമില്ലാതെ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ മിക്കവാറും ഇവിടെ നിർത്താൻ സാധ്യതയുണ്ട്. ബോട്ടേഴ്സിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. ബേക്കറി കഴിച്ച് അങ്ങനെ നമ്മൾ നേരത്തെ ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറാനും പറ്റിയില്ലെങ്കിലും ഒരു ബോട്ട് ഹൗസിൻ്റെ അടുത്ത് ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോകാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്.
ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. നമ്മളെന്തായാലും അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 60 അങ്ങനത്തെ ഗൈസ് ട്രെയിൻ വരുന്നുണ്ടേ. ട്രെയിൻ വന്നു. അങ്ങനെ നമ്മളിപ്പം ട്രെയിനിൽ കയറുന്നതാണ്. ട്രെയിനിലേക്ക് കയറുകയാണേ. ടോയ് ട്രെയിൻ. തലയിൽ മണങ്ങിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നു. ഇതിന് എങ്ങോട്ടാ പോലെ? ബേക്കോട്ടാ മുമ്പോട്ടാ? സ്പീഡൊന്നും ഇല്ലേമോ? വലിയൊരു ഇത് പറയാനൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ എഴഞ്ഞ് നീങ്ങുന്നു ട്രെയിൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മഹാരാജാസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടേ. അതായത് കേരള സ്റ്റൈല് ഫുഡാണ് കിട്ടുന്നുണ്ട്. മുമ്പ് ഒരു കേട വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അവരുടെ ഉള്ളിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ സമയത്ത് പ്രയത്നത്തിനൊടുവിൽ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. അപ്പം സ്ഥലമൊന്നും ഉണ്ടായില്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഇരുന്നു. എല്ലാവരും തന്നെ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പാത്രം വന്നിട്ടുണ്ട്. ഒരച്ചാറും ഒരു എന്താ കറി എന്നറിയില്ല. പിന്നെ ഒരു ഉള്ളിൻ്റെ കാണുന്നുണ്ട്, പിന്നെ ഒരു പറങ്കിയും കാണുന്നുണ്ട്. അങ്ങനെ ചോറ് എത്തി. ഇപ്പോൾ കറിക്ക് വേണ്ടി കാത്തിക്കേണ്ടി വരും. ചോറിന് വേണ്ടി കുറച്ച് സമയം കാത്തുന്നതിന് 65 എത്തി. പക്ഷെ കറി ഇതുവരെ എത്തിയില്ല. ഒരു പായസമുണ്ട്, സേമിയ പായസം. പിന്നെ അതുപോലെ എന്തോ പരിപ്പ് കറി അവരെ കാണുന്നത്. എനിക്കൊന്നും ഇതാണെന്നോ എനിക്ക് കറി എന്ന് പറയാൻ പറ്റില്ല. വേറൊരു പരിപ്പ് കറി, പരിപ്പല്ല പയറോ അങ്ങനെ എന്തോ ആണ്. അതുപോലെ തന്നെ മീൻകറിയാണ്. മീൻകറി എത്തിയിട്ടുണ്ട്. മീൻ കുളമ്പ് ഇതെന്താണെന്നോ എനിക്കറിയില്ല. അത് മീൻ. അപ്പോൾ എല്ലാം ഓരോരോ കറി വെച്ചിട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ചോറ് വെച്ചിട്ടാണോ പൈസ? നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ ടിക്കറ്റ്, ഇതാ ഗാർഡനിലേക്കുള്ള എൻട്രി പാസ്. നല്ല തിരക്കുണ്ട്, പക്ഷെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അധികം ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതാ ചെറിയ ചെറിയ ക്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പം 7 മണി മുതൽ 6:30 വരെയാണ്. അതായത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് അടുത്തേക്കുള്ള എൻട്രി. നമ്മൾ പാസ് കൊടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. ഈ മാസം ലാസ്റ്റോടുകൂടി ഫ്ലവർ ഷോ ഉണ്ടെന്ന്. അതിൻ്റെ ഒരു ഒരുക്കങ്ങളാണ് നമുക്ക് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 23-ന് മറ്റൊന്ന് വാട്ടർ ഷോ, ഫ്ലവർ ഷോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് ഊട്ടിപ്പൂ. നമ്മൾ പറയുന്നില്ലേ ഊട്ടിപ്പൂ. ഇത് ഒരുപാട് കാലം വാഴാണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ ഓരോ പൂക്കളും. അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളിലും കാണുന്നുണ്ട് ഇവിടെയെല്ലാം. ഫ്രഷ് ക്യാരറ്റൊക്കെ ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. മാങ്ങയും ക്യാരറ്റൊക്കെ ആയിട്ട് അതൊക്കെ കാണുന്നുണ്ട്. ഉള്ള ക്യാരറ്റ് പറിച്ചുകൊണ്ട് വെച്ച് തണ്ടോടിയിലെ ക്യാരറ്റ്, ചേച്ചിയുടെ ക്യാരറ്റൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പല പല ഫ്രൂട്ട്സുകളും കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു ഏരിയയിൽ കാണുന്ന കാര്യങ്ങളാണ്.
ഇത് അങ്ങനെ നമ്മൾ കുറച്ച് ഈ സാധനം ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ല, ഇത് മേടിച്ചു, ഇത് കുറച്ച് മേടിച്ചു, പിന്നെ പ്ലംസ് മേടിച്ചു. ഇതിന്റെ പേരെന്താ? ലോങ്ങാൻബെറി. അതോ ലിച്ചി അല്ലേ, ഒറിജിനൽ ലിച്ചി. പിന്നെ കുറച്ച് പ്ലംസ് മേടിച്ചു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഒരു കവറിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് ഒരു സഞ്ചി കവറൊക്കെ തന്നിട്ടുണ്ട് തുണിയുടെ. അങ്ങനെ നമ്മള് ടീ ഫാക്ടറിയിലേക്ക് പോയെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇതുണ്ട്, അതായത് ഇത് ടീ ഫാക്ടറി. This is an intercropping plant, and these cocoa pods are harvested with ripe yellow. These pods are broken, fermented, and sucked. ഇത് എവിടെയാണ് ഈ ചാക്കില് വെച്ചിട്ട് ചോക്ലേറ്റ് ആക്കിയിട്ട്? Is a preparation of roasting of cocoa bean, breaking the cocoa beans and winnowing the dust kernels, the dust and particles, and further grinding to a liquid paste. Cocoa bean roasting is done at 135 degrees Celsius, where beans are roasted, and once roasted beans are broken, winnowed, then they are grinded at 50 degrees Celsius in ball mill machine, and then cocoa bean is liquefied. ഇതാ ചോക്ലേറ്റ് ആക്കുന്ന പ്രൊസീജിയറാണ്. It is called as cocoa mass. Cocoa butter. അങ്ങനെ ആക്കിയ ചോക്ലേറ്റ് എല്ലാം ഓരോരോ മോൾഡ്, പല രീതിയിലുള്ള മോൾഡിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളും ഹീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം എന്തായാലും നമുക്ക് ആ ചോക്ലേറ്റ് പീസ് തിന്ന് നോക്കാം. ആ നല്ല രസമുണ്ടാവേ, തിന്നോക്കിയേ, തിന്നറ. എല്ലാവരും പീസ് എടുത്തോ. ഇതാ വേണ്ടേ, ഒരു കഷ്ണമില്ല പറഞ്ഞ നീ എന്നാലേ. അയ്യോ അതാ അതാ നല്ല രസമുണ്ടോ അല്ലേ? കുഴപ്പമില്ല. ഇവിടെ നോക്കിയിട്ടുണ്ട ഊട്ടീൻ്റെ ആ താഴ്വാരം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല. നേരിട്ട് എന്തായാലും നല്ല വൃത്തി കാണാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി കഴിഞ്ഞ് ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 വെറൈറ്റീസ് ഓഫ് സ്പെഷ്യാലിറ്റി ടീസ് ഇൻ സൗത്ത് ഏഷ്യ കാണുന്നുണ്ട്. ടേസ്റ്റ് 6 വെറൈറ്റീസ് ഓഫ് ടീ ഫ്രീ ആയിട്ട് 6 വെറൈറ്റി ഓഫ് ടീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ തേയിലയിലെ അവസ്ഥത്തെ ഫസ്റ്റ് പ്രോസസിങ് ആണ്. ഉണക്കാനിടല്ലേ? ഇതെന്തിന്? എനക്കില്ല. അപ്പം അങ്ങനെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകണം. ആടെയാണ് ഇവിടെ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചായപ്പൊടീൻ്റെ പ്രോസസ്സിങ് ഇടുന്നാണ് നടക്കുന്നത്. അപ്പം മുകളിലെന്നാ പോയി നോക്കാം. ഹിസ്റ്ററി ഓഫ് ടീ ഉണ്ട്. ഇനിയും കയറണ? അപ്പൊ ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കുന്നത് അതിൽ കൊടുക്കും. ഇത് ഉണക്കിയതല്ലേ? ഇല്ലാട്ടൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതാ ദൂരത്ത് നമുക്ക് ചായപ്പൊടി കാണാൻ വേണ്ടി പറ്റും. ചായപ്പൊടി വീഴുന്നതാണ് അല്ലേ? ചെറിയ ചെറിയ ഇലകളുണ്ട് ഇതിൽ. ഫിൽറ്റർ ചെയ്തെടുക്കും. ഇതാ ഊട്ടീൻ്റെ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ നല്ല
സീനുണ്ട് ഇവിടുന്ന്. ഏകദേശം നല്ല കോട പോലെയെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. തണുപ്പ് കുറച്ച് നല്ലോണമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി മെയിനായിട്ടുള്ളതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഇതാ മുകളിലേക്ക് പോയിട്ട് സ്റ്റീമറോട്ടാന്ന് തോന്നുന്നു. അപ്പൊ അവിടുന്ന് അവിടത്തേക്ക് പോയി ഇവര് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. അപ്പൊ ഏട്ടനൊരു ടീ കിട്ടിയിട്ടുണ്ട്. മസാല ടീ. ഇത് മസാല ടീ ആണ്. അങ്ങനെ ടീ കൗണ്ടർ കഴിഞ്ഞ് അടുത്തത് സെയിൽസ് ആണ്. സെയിൽസിന്റെ കൗണ്ടറാണ്. ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ചായപ്പൊടികൾ പല പല അതായത് ഫ്ലേവറിലുള്ള ചായപ്പൊടികൾ വിൽപ്പനയ്ക്കുള്ള സ്ഥലമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കേടമാണ്. നമുക്ക് മസാല ചായ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് അവരെ ഔട്ട്ലെറ്റ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായപ്പൊടി അവിടെ പോയി ബില്ലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് മേടിക്കണം. അപ്പൊ അങ്ങനെ നമ്മള് ടീ ഫാക്ടറിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ ഇറക്കത്തിൽ തന്നെ ചോളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരെ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ട് എല്ലാം വെക്കുന്നുണ്ട്. നമ്മൾ ചോളം നല്ല ചൂട് ചോളം മസാല ആഡ് ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടാക്കും കൂടെ പകുതി പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിന്നോണ്ട് പോവാം. അപ്പൊ നമ്മൾ എന്തായാലും ഊട്ടിന്ന് പോവേന്നല്ലേ? ഊട്ടിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാന്ന്. ഇനി എന്തെങ്കിലും കാണാൻ കിട്ടുമോന്ന് അറിയില്ല. നൈറ്റ് ആയില്ല, രാത്രി ആയില്ലേ. എന്തെങ്കിലും നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഊട്ടിന്ന് തിരിച്ച് റിട്ടേൺ പോവേന്ന്. അപ്പൊ സബിയാട്ടൻ മുമ്പ് തന്നെ ഉണ്ട്. നമ്മള് വയനാട് പോയിട്ട് സ്റ്റേ ആക്കാന്നാ വിചാരിക്കുന്നത്. എന്നിട്ട് നാളെ നേരെ കണ്ണൂരേക്ക് പോവാന്ന്. അപ്പൊ രാത്രി ഏകദേശം സന്ധ്യ 6:53 ആയിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് പോയി ഗൈസ്. വണ്ടിയുടെ ബ്രേക്ക് പോയി. എന്താണെന്നറിയില്ലേ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് ചൂര ഇറങ്ങിയതുകൊണ്ട് നല്ലോണം ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ബോണ്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ ശരിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെഡലില്ല, പെഡൽ നേരെ ഇറങ്ങി പോവുകയാണ്. പമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. വിളിച്ച സമയത്ത് അവർ അതായത് ഇതിൽ ഫ്യൂവലൊക്കെ ഫുള്ളുണ്ട്. ഫ്യൂവലിനൊന്നും കുഴപ്പമില്ല, ഫ്യൂവലൊക്കെ ഫുള്ളുണ്ട്. അപ്പോൾ വിളിച്ച സമയത്ത് അവരങ്ങനെ പറഞ്ഞത്. അതായത് അരമണിക്കൂർ ബോണ്ട് തുറന്ന് വെച്ച് വണ്ടി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വണ്ടി ശരിയായിട്ടുണ്ട്, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ചുര ഇറങ്ങി വന്നതുകൊണ്ട് അതിൽ പറ്റിയതാണ്. വണ്ടി ചൂടായിട്ട് അങ്ങനെ ബ്രേക്ക് പെഡൽ കിട്ടാത്തതാണ്. അല്ലാണ്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. വർക്ക്ഷോപ്പിൽ വിളിച്ച സമയത്തും അതുപോലെ നന്ദുവിനെ വിളിച്ച സമയത്തും എല്ലാം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അരമണിക്കൂർ ഓഫ് ചെയ്തിട്ട് വണ്ടി നോക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം വണ്ടി ശരിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്.